നിങ്ങൾക്ക് തോന്നും ഇതാരാ രാവിലെ തന്നെ പായൊക്കെ ഇട്ട് നല്ല ജിമ്മൊക്കെ ചെയ്യണേന്ന്. പക്ഷെ ജിമ്മ് ചെയ്യണതല്ല കേട്ടോ, അത് ഞങ്ങളുടെ 5 മാസം പ്രായമായിട്ടുള്ള ഞങ്ങളുടെ അഡോണീസ് കൂട്ടനാണ് കേട്ടോ. അവൻ കമന്ന് പോകാനുള്ള തത്രപ്പാടിലാണ്. പല തരത്തിലുള്ള ട്രിക്കുകൾ എടുക്കുന്നുണ്ട്. ഒരു നടക്കും പോകണില്ല കമന്ന്, എന്നാലും അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നുക, ദൈവമേ എങ്ങനെയാണ് ഈ കുഞ്ഞുമക്കളെയൊക്കെ ഓരോ അക്രമങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന്. കാരണം നമ്മളൊരു അമ്മ ഒരു കുട്ടീനെ പ്രസവിച്ച് കഷ്ടപ്പെടുന്നതിനേക്കാൾ അധികം ആ കുഞ്ഞ് അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ എന്തൊക്കെയാണ് സഹിക്കണേ, എന്തോരാണ് ട്രൈ ചെയ്യണേ അല്ലേ. എന്നിട്ടും എങ്ങനെയാണ് ഒരു കുട്ടീനെ ഇപ്പോൾ നമ്മൾ അടുപ്പിച്ച് നമുക്ക് ഇപ്പോൾ കേരളത്തിലായാലും പുറം സ്ഥലങ്ങളിലായാലും ഒരുപാട് നമ്മളിപ്പോൾ ഈ 2026 തന്നെ കുറേ അപകടങ്ങളൊക്കെ കേട്ടു, കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ കാണുക, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അതൊക്കെ അനുഭവിച്ചറിയുമ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റണതെന്ന് നമ്മൾ ആകെ ടെൻഷനായി പോവുക അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിലും അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിലും കുറേയൊക്കെ ആവശ്യമില്ലാത്ത കുറേ അപകടങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലേ. ഓരോ മനുഷ്യർക്കും ഓരോ പാഠങ്ങളാണ് നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും അല്ലേ. അപ്പോൾ 50ഉം 100ഉം 102ഉം 105 വയസ്സായവരൊക്കെ ഓരോ ജീവിതഘട്ടങ്ങളിലൊക്കെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ആഴത്തിൽ ചിന്തിക്കും, നമുക്കതൊക്കെ എന്താ പറയുക, നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഓരോ അവസ്ഥകളാണ്, ഓരോ പ്രായങ്ങളും ഓരോ അനുഭവങ്ങളും എല്ലാം. ഇപ്പോൾ ഈ അഡോണീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ എപ്പോഴും കേട്ടിരിക്കാനായിട്ട് ഒരാളെടുത്ത് വേണം. ഒരു വാശിയില്ലാത്ത ഞങ്ങളുടെ പൊന്നുമോനാണ് കേട്ടോ ഞങ്ങളുടെ അഡോണീസ്. അവനെപ്പോഴും ഹാപ്പിയാണ്, വയറ് നിറഞ്ഞ അവനെപ്പോഴും ഹാപ്പി ആയിരിക്കും. അവന് കൂടെ അവൻ്റെ ഓരോ സൗണ്ടുകളും അവൻ്റെ കളിച്ചിരികൾ കാണാൻ എപ്പോഴും അടുത്തൊരാളുണ്ടെങ്കിൽ അവൻ കൂടുതൽ ഹാപ്പി ആയിരിക്കും എപ്പോഴും. എപ്പോഴും പരിശ്രമിക്കണമല്ലോ, തുടർച്ചയായ പരിശ്രമമാണല്ലോ നമ്മുടെ വിജയത്തിലെത്തിക്കുന്നത്. അപ്പോൾ അവൻ അധികം വൈകാണ്ട് തന്നെ കമന്നൊക്കെ പോകും. ഞങ്ങളുടെ മിടുക്കനായ ഞങ്ങളുടെ മാലാഖയാണ് ഞങ്ങളുടെ അഡോണീസ്. അവൻ്റെ ഒരു കള്ളച്ചിരിയുണ്ട്, അതാണ് ഞങ്ങളെല്ലാവരും ആകർഷിക്കുന്ന ഒരു കാര്യം. പിന്നെ അവനെ പൊന്നു പോലെ നോക്കാനായിട്ട് അവൻ്റെ 2 ചേട്ടന്മാരുണ്ട്, ഞങ്ങളുടെ അന്തോണിയും ആൻഫിനോയും. എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങളുടെ മാലാഖേനെ. എപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരുണ്ട്. ദൈവം അവന് 2 ചേട്ടന്മാരെ കൊടുത്തിട്ടുണ്ട്. ചേട്ടന്മാർ രണ്ടാളും സൂപ്പറാണ്, പൊന്നുപോലെ നോക്കും എപ്പോഴും.